പാലക്കാട്ടെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിരുന്നാലും ചില പ്രവചനങ്ങളും ചില സർവേ ഫലങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യവും സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അവിടുത്തെ വോട്ടർമാരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ വോട്ടർമാരുടെ ചിന്താഗതി മനസ്സിലാക്കിക്കൊണ്ട് ചില പ്രവചനങ്ങൾ നടത്തി കൃത്യമായ രീതിയിൽ പ്രവചിക്കുന്ന ഒരു വ്യക്തിയാണ് CP റാഷിദ്. CP റാഷിദിൻ്റെ പല പ്രവചനങ്ങളും കൃത്യമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിലെയും ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പ് ഫലം അദ്ദേഹം പ്രവചിച്ചത്. ഇപ്പോൾ ഇതാ പാലക്കാടിൻ്റെ പ്രവചനവും നടത്തിയിരിക്കുകയാണ്. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരിടമാണ്. UDF വേണ്ടി രാഹുൽ മാങ്കൂട്ടവും LDF വേണ്ടി ഡോക്ടർ സരിനും NDAക്ക് വേണ്ടി കൃഷ്ണകുമാർ അടക്കമുള്ള നേതാക്കന്മാർ മത്സരിച്ച സ്ഥാനാർത്ഥികൾ മത്സരിച്ച ശക്തമായ പോരാട്ടത്തിൽ ആരായിരിക്കും പാലക്കാടിൻ്റെ അടുത്ത MLA ആയി നിയമസഭയിലേക്ക് പോകാൻ പോകുന്നത് എന്ന CP റാഷിദ് പ്രവചിക്കുന്നു. നിലവിലവിടെ ഷാഫി പറമ്പിലായിരുന്നു. വടകരയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോയി അവിടെ വിജയിച്ചതിൻ്റെ ഭാഗമായാണ് പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് ശക്തനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആ വേളയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് വിട്ടു ചെന്ന ഡോക്ടർ സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് പല ചർച്ചകൾക്കൊടുവിൽ K സുരേന്ദ്രൻ്റെ പേരും അതിനോടൊപ്പം ശോഭാ സുരേന്ദ്രൻ്റെ പേരും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒടുവിൽ കൃഷ്ണകുമാറിലേക്ക് NDA എത്തുന്നു. അങ്ങനെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന പാലക്കാടിൽ ആര് മത്സരിക്കുമെന്ന് പ്രവചിക്കുവാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെ 70% മാത്രമാണ് പോളിംഗ് നടന്നിട്ടുള്ളത്. ആ കുറഞ്ഞ പോളിംഗ് തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയായിരിക്കും ഉണ്ടാക്കുക എന്ന ഇടതുപക്ഷവും കോൺഗ്രസും NDAയും ഒക്കെ പറയുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് CP റാഷിദിൻ്റെ പ്രവചനം? എല്ലാ സമയങ്ങളിലും കൃത്യമായി പ്രവചിക്കുന്ന CP റാഷിദ് പാലക്കാട്ടെ പ്രവചനം എത്തരത്തിലാണ് നടത്തിയിരിക്കുന്നത്? എത്ര ശതമാനം വോട്ടുകൾ LDF UDF NDAയ്ക്കും ലഭിക്കും? അതിൽ ആരായിരിക്കും വിജയിയാകുക? ആ വിജയിക്ക് എത്ര മുതൽ എത്ര വരെ ഭൂരിപക്ഷം ലഭിക്കുമെന്നൊക്കെയാണ് CP റാഷിദ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കാം. അതിൽ ആരാണ് വിജയ് എന്ന് നോക്കാം. CP റാഷിദ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന ശതമാനവും വിജയിയും ഒക്കെ ഇങ്ങനെയാണ്. UDF 36.5% മുതൽ 39.5% വരെ വോട്ടുകൾ നേടുമെന്ന് റാഷിദ് CP പറയുന്നു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അവിടെ BJP നേടാൻ പോകുന്നത് 33.5% മുതൽ 37% വരെയാണ്. അവിടെ LDF 21.5% മുതൽ 24% വരെ നേടും. അതായത് വിജയിയാകുവാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാണ്. 2011-ലും 2016-ലും 2021-ലും ഷാഫി പറമ്പിലിൻ്റെ വ്യക്തിപ്രഭയിലൂടെ പാലക്കാടിൻ്റെ മണ്ണിൽ കോൺഗ്രസ് നിലനിർത്തിയിട്ടുള്ള ആ സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പിലിൻ്റെയും VD സതീഷിൻ്റെയും VK ശ്രീകണ്ഠൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പോരടിച്ച ആ പാലക്കാടിൻ്റെ മണ്ണിൽ വീണ്ടും കോൺഗ്രസ് തന്നെ അധികാരത്തിലെത്തുമെന്ന് റാഷിദ് CP പറയുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടം നേടാൻ പോകുന്ന ഭൂരിപക്ഷം 5600 മുതൽ 9100 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരിക്കും അവിടെ നേടുക. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞത് 5 അക്ക സംഖ്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് 10,000 മുതൽ മുകളിലോട്ടുള്ള വോട്ട് ഭൂരിപക്ഷമായിരിക്കും കോൺഗ്രസ് ലഭിക്കുക എന്ന്. പക്ഷേ ഇവിടെ റാഷിദ് 5000 മുതൽ 9000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രവചിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് പ്രവചനം മാത്രമാണ്. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ വിജയിയാകുമെന്ന് തീരുമാനിക്കുന്നത് പാലക്കാട്ടെ വോട്ടർമാരാണ്. ആ വോട്ടർമാർ ആരെ വിജയിയാക്കുമെന്നറിയുവാൻ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം M5 ന്യൂസിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. ആരായിരിക്കും പാലക്കാടിൻ്റെ മണ്ണിലെ മുടിചൂടാ മന്നനായി പാലക്കാടിൻ്റെ അടുത്ത MLA ആയി നിയമസഭയിലേക്ക് പോകുക എന്നറിയുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയാണുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ ബാലറ്റ് പെട്ടി പൊട്ടിച്ച് നിമിഷങ്ങളിൽ ആരാണ് ലീഡ് നേടുന്നത്, ആരാണ് പിന്നിലേക്ക് പോകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള തരംഗമാണ് അവിടെ ചർച്ചയായത്, ആരൊക്കെ മുന്നേറ്റത്തിലേക്ക് വരുന്നു, ആരൊക്കെ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതെല്ലാം തത്സമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ M5 ന്യൂസ് എല്ലാ തെരഞ്ഞെടുപ്പിലെയും പോലെ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. തത്സമയം നിങ്ങളോടൊപ്പം പാലക്കാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലെ പുതിയ മന്നൻ ആരാണെന്ന് കണ്ടറിയാൻ കേട്ടറിയാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. നമുക്കൊരുമിച്ച് തത്സമയം കാണാം. നന്ദി, നമസ്കാരം.